ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ അറിയിക്കും ഞാൻ റീസെൻ്റ്ലി ഐഫോൺ 15 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്ര കാലം 13 ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് സംഭവങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് ആക്ച്വലി ഡിസ്പ്ലേയിൽ ഒരു വൈറ്റ് ലൈൻ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ വീഡിയോ നമ്മളൊക്കെ മെയിൻ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ആക്ച്വലി ഇത് എക്സ്ചേഞ്ച് ചെയ്തു. എന്ന് വെച്ചാൽ നമുക്കത് ടെമ്പററി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പെർമനൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ അത്യാവശ്യം ഡീല് സംഭവം കിട്ടിയപ്പോൾ ഇപ്പോൾ ഇത്ര കാലം നമ്മൾ യൂസ് ചെയ്തിട്ട് അത്ര കാലം ആയിട്ടില്ല, എന്നാലും കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ള നമുക്കൊരു ഇനീഷ്യൽ റിവ്യൂ ചെയ്യാൻ. നിങ്ങൾക്ക് ആക്ച്വലി ഐഫോൺ 15 എടുക്കുന്നത് വെറുത്താണോ, അല്ലെങ്കിൽ പ്രോ മോഡൽ എടുക്കണോ, അല്ലെങ്കിൽ 14 എടുക്കണോ? അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ സെപ്റ്റംബറിലൊക്കെ ആകുമ്പോൾ നമ്മുടെ 16 ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ പ്രൈസും സംഭവങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. 16 അതിൻ്റെ സ്റ്റാർട്ടിങ് സീരീസിൻ്റെ ഒക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ 2 മെയിൻ ചാനൽസും അത്ര പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫൈനാൻസും ടെക്കും സംഭവമൊക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആക്ച്വലി ചാർജിങ്ങിന് വെച്ചേക്കായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നതിനായിരിക്കും വൺ ഓഫ് ദ മെയിൻ, നമുക്കിതിൻ്റെ കോൺസും പ്രോസ് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ പ്രോസ് എന്ന് പറയുന്നത് തന്നെ ടൈപ്പ് സി. ഏത് കേബിൾ വെച്ചിട്ടും നമുക്കിപ്പോൾ കണക്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏത് കേബിൾ, ഏത് ചാർജിങ് വന്നു. ഇത് കാണിച്ചപ്പോഴാണ് രണ്ടാമത്തെ ഡിസ്പ്ലേയിൽ ഒരു നെഗറ്റീവും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്, നല്ല ഹൈ ക്വാളിറ്റി LED ഡിസ്പ്ലേ, OLED ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് പിന്നെ ഈ എന്താ പറയുക, ഇതിൻ്റെ പേരുണ്ട് ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നോട്ടിഫിക്കേഷൻ സംഭവമൊക്കെ വരുന്നുണ്ട്. അല്ലാണ്ട് വലിയ കിടിലൻ സംഭവമൊന്നും ഇല്ല. പക്ഷേ നോച്ച് വെച്ച് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പണ്ടത്തെ നോച്ച് ഉണ്ടല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, അതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ മീഡിയ കൺസെപ്ഷനൊക്കെ നല്ല സംഭവങ്ങൾ തന്നെയാണ്. നല്ല ഒരു കിടിലൻ എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം 6.1 ഇഞ്ചാണല്ലോ നോർമൽ 15 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 15+ എടുക്കേണ്ടി വരും. അതാണെങ്കിലും ഡിസ്പ്ലേ സൈസും ബാറ്ററിയും മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്ത പ്രോസ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. ഈ സാധനം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമ്മുടെ 13 14 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ ഈ സാധനം എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഞാൻ ചാർജിങ് കുത്തി തന്നു തൽക്കാലം പോട്ടെ. അപ്പോൾ ഞാൻ ഇതിൽ കേസ് വിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കേസും മാറ്റട്ടെ. ഇത് ബ്ലാക്ക് കളറാണ്, 256 GB വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇത് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ്. എന്താ വെച്ചാൽ ഈ സാധനത്തിൻ്റെ ഇത് ലോഗോ അങ്ങനെ കാണുന്നില്ല. പിന്നെ പ്രത്യേകം ഞാൻ ഇട്ടേക്കുന്ന ഈ കേസ് പറയുന്നതും ബ്ലാക്കിഷാണ്. അപ്പോൾ അതുകൊണ്ട് ആ ലോഗോ കാണാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ സ്കിന്നൊട്ടിച്ചാണ്. ആ ലോഗോന് മാത്രം ഒട്ടിച്ചു കൊടുത്താണ്. ഞാൻ എൻ്റെ ഗൂഗിൾ പിക്സലിന് എല്ലാത്തിനും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സാധനം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ പണ്ടത്തെ മോഡലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ എഡ്ജസ് ഒക്കെ എന്താ ഒരു സ്മൂത്തൺ ചെയ്തൊക്കെയോ അല്ലെങ്കിൽ റൗണ്ട് അപ്പ് ചെയ്തൊക്കെയോ എന്തോ മാതിരി തോന്നുന്നുണ്ട്. പക്ഷേ നോക്കുമ്പോൾ ഒന്നും ഡിഫറൻസ് സംഭവമൊന്നുമില്ല. സംഭവം ഇവിടെ സ്മൂത്തൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയോ നമുക്ക് മാറ്റ് ഫിനിഷാണ്. അതാണ് അടുത്ത പ്രോസ് എന്ന് പറയുന്നത്, മാറ്റ് ഫിനിഷാണ്. ഫിംഗർ പ്രിൻറ്റ് സംഭവമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ എടുത്തുണ്ടല്ലോ, പുതിയ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് എന്തൊക്കെയോ ഓണാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ മാറ്റ് ഫിനിഷാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതിൽ ആക്ച്വലി ഈ സാധനം ഒരു വർഷം നിലത്ത് പണിക്കാണ്, പക്ഷേ വലിയ ഇഷ്യൂ സംഭവമൊന്നും കണ്ടില്ല. ടൈറ്റേനിയം ത്രെഡ് നല്ല തന്നെയാണ് ഉണ്ട് സ്റ്റീല്. അപ്പോൾ പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആക്ച്വലി എൻ്റെ സെക്കൻഡറി ഫോണിൻ്റെ S23 അതുപോലെ തന്നെ പിക്സലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ അതിൻ്റെ അൺബോക്സിങ് സംഭവമൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾ കണ്ടായിരിക്കും, പോയി കാണാത്തവരാണെങ്കിൽ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തന്നെയാണ്. സ്പീക്കർ അത്യാവശ്യം നല്ല സ്പീക്കർ തന്നെയാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അത് നിങ്ങൾക്ക് അറിയാം, ഐഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കറക്റ്റാണ്. പെർഫോമൻസ് അതിനെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. അതുപോലെ തന്നെ ക്യാമറ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഐഫോൺ 13 14 ഒക്കെ സെയിം തന്നെയായിരുന്നു, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അത് വിചാരിച്ച് നിങ്ങൾ 14 ചുമ്മാ കാശ് കൂടുതൽ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 14 വാങ്ങിക്കാനാണെങ്കിൽ 13 വാങ്ങിച്ചാൽ മതി. പക്ഷേ ഈ 2024 ഞാൻ എന്തായാലും 13 14 വാങ്ങിക്കാൻ പറയില്ല. മിനിമം 15 എങ്കിലും വാങ്ങിക്കുക. എന്ന് വെച്ചാൽ ഈ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ 16 ഇറങ്ങും. അപ്പം നിങ്ങളുടെ 13ൻ്റെ പ്രൈസ് ഒന്നുകൂടി കുറയും. അപ്പോൾ അതിനോട് നല്ല 15 വാങ്ങിക്കായിരിക്കും. പിന്നെ നമുക്കറിയായിരിക്കും iOS 18 ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് AI ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. മിക്കതും അത് കുറേ പഴയ ഡിവൈസുകൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ 13 ഒക്കെ എടുക്കാണ്ടായിരിക്കും നല്ല. 13 കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. നമ്മുടെ S23 ഇറങ്ങിയപ്പോൾ, S24 ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഫുൾ ഫ്ലഡ്ജ് AI ഫീച്ചറൊന്നും അതിൻ്റെ 2-3 കൊല്ലം മുമ്പത്തെ ഡിവൈസൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അത് എന്തായാലും അവർ ലിമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ക്യാമറ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതിൽ 48 മെഗാപിക്സലിൻ്റെ സെൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. അതല്ലാണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കൂടിയുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് വൺ ഓഫ് ദ മെയിൻ പ്രോസ് എന്ന് പറയാനുള്ളത്. കോൺസ് എന്ന് പറയുന്നത്
60 ഹെർട്സ് ആണല്ലോ. അത് മെയിൻ എനിക്ക് പക്ഷേ വലിയ സംഭവം തോന്നിയിട്ടില്ല. ഗെയിമിംഗ് കളിക്കുന്നവർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പ്രോബ്ലം തോന്നിയിട്ടുണ്ടായിരിക്കും. നെറ്റ്വർക്ക് എനിക്ക് അധികം അങ്ങനെ ക്യാച്ചിങ് ഇല്ലാത്ത പോലെ തോന്നി. നെറ്റ്വർക്ക് വർത്താനം പറയുമ്പോൾ അവൻ സംഭവത്തൊന്നും ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷേ റേഞ്ച് കാണിക്കുന്നത് അത്യാവശ്യം കുറവായിട്ട് എനിക്ക് തോന്നി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇതിപ്പോൾ ജിയോ എയർടെലാണ്. ഇതിലിപ്പോൾ ഒരു കട്ടേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഫോണിൽ കാണിച്ചു കഴിഞ്ഞാൽ 2-3 കട്ട ഉണ്ടായിരിക്കും. കാണിച്ചാൽ അയ്യോ ഇങ്ങോട്ട് വാടാ. ഓ കിട്ടുന്നില്ലോ. ഇതെൻ്റെ പിക്സലാണ്. ഇതിൽ കാണുമ്പോൾ ഉണ്ടോ, ഇതിൽ ഓൾമോസ്റ്റ് ഇതിൽ പിന്നെ കട്ടായിട്ടല്ല കാണിക്കുക. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 3 കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പം എനിക്ക് ഫേസ് ചെയ്തു. മെയിനായിട്ട് എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ഹീറ്റിംഗ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ചാർജിങ് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റിംഗ് വരുന്നുണ്ട്. കേസ് ഇട്ടാൽ നിങ്ങളങ്ങനെ അറിയില്ല. ഞാൻ അതിൽ പ്രോസിൽ ഒരു കാര്യം കൂടി എടുത്ത് പറയാൻ പറഞ്ഞു. നമുക്ക് ആക്ച്വലി ബാറ്ററി സെക്ഷനിൽ നമുക്ക് 80% ആകുമ്പോൾ കട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു പരിപാടി വന്നിട്ടുണ്ട് നമ്മുടെ സാംസങ്. ഞാൻ മുമ്പ് S23 നമ്മുടെ ഫോണിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. 80% ആകുമ്പോൾ കട്ട് ഓഫ് ആവുള്ള പരിപാടി, നമ്മുടെ ബാറ്ററി സൈക്കിൾസിനെ കുറയ്ക്കാനുള്ളത്, അത് ആ പരിപാടി ഇതിൽ വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചാർജിങ് സ്പീഡ് നമുക്കറിയായിരിക്കും 20 വാട്ടിനുള്ളൂ. പക്ഷേ എനിക്ക് വലിയ സ്ലോ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ പിക്സലായാലും 20 തന്നെ ഉള്ളൂ. ഞാനിപ്പോൾ ആക്ച്വലി ഐഫോൺസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പവർ ബാങ്ക്സുകളുടെ വീഡിയോ ഒക്കെ നമ്മുടെ മെയിൻ ചാനൽസിൽ ഇട്ടിരുന്നു. ഞാനിപ്പോൾ ഒരെണ്ണം ഉപയോഗിക്കുന്നുണ്ട്. ലോക്കൽ സാധനങ്ങളൊന്നും ഐഫോൺസിൽ ഉപയോഗിക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ ബോർഡ് അടിച്ചു പോകാനും അങ്ങനത്തെ കുറേ ഇഷ്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഷോർട്ട് ഓവർവ്യൂ. അപ്പോൾ ഐഫോൺ 15 എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക 15 എടുക്കാനാണ്. 13, 14 ഒന്നും ഈ 2024 അതും 2024 പകുതി എത്തി ഇതിലെടുക്കാൻ തീരെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് അതിലേക്കും ഐഫോൺ 13 ഇപ്പോൾ പ്രൈസ് വരുന്നത് 48, 49 ഒക്കെയാണ്. അപ്പോൾ 14 ആണെങ്കിൽ ഒരു 58, 56 ആ റേഞ്ചൊക്കെയാണ്. അപ്പോൾ അതിനായിട്ട് നല്ല നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ നല്ല ഡീലിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് സംഭവമൊക്കെ ആണെങ്കിൽ നല്ല ഡീലിൽ ഞാനിപ്പോൾ ആക്ച്വലി ഈ ഫോൺ എടുത്ത് ഓൾമോസ്റ്റ് ഒരു 38, 37 രൂപയ്ക്കാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് നമ്മുടെ മെയിൻ ചാനൽസ് ഇട്ടുണ്ട്. അത് പോയി കാണാത്തവർ പോയി കണ്ടു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഷോർട്ട് ഓവർവ്യൂ അല്ലെങ്കിൽ റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് jmg.banksupport.in വെബ്സൈറ്റ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് അതിൽ കൂടെ ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ നമ്മുടെ റെഫർ അല്ലെങ്കിൽ ത്രൂ തന്നെ അപ്ലൈ ചെയ്യാം. കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും വിത്തൗട്ട് ഇൻകം പ്രൂഫ്. മറക്കണ്ട. അടുത്തിൽ കാണാം. ബൈ.